പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 9 ദിവസമായി ഛത്തീസ്ഗഡിൽ ജയിലിൽ കിടന്നിരുന്ന 2 മലയാളി കന്യാസ്ത്രീകൾ ഇന്ന് ജയിൽ മോചിതരായി. തീർച്ചയായും ജയിൽ മോചിതരായതിൽ ഇന്ത്യയിലെമ്പാടുമുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് വളരെയധികം സന്തോഷം ടിവിയിൽ കൂടി പ്രകടിപ്പിക്കുന്നത് നാം കാണും. എന്തിനായിരുന്നു ഈ 2 സന്യാസിനികളെ ജയിലിലടച്ചത് എന്നുള്ളതിൻ്റെ കാരണം നോക്കിയാൽ നമുക്കത് വളരെ വിചിത്രമായി തോന്നും. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ കന്യാസ്ത്രീകളോടൊപ്പം ഛത്തീസ്ഗഡ് സ്വദേശികളായ 3 വനിതകൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർക്കെതിരെ ഉള്ള കേസ്. മതപരിവർത്തനമായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളതാണ് റെയിൽവേ പോലീസ് ആദ്യം ഇവർക്കെതിരെ ചാർജ് ചെയ്ത കേസ്. പിന്നീട് FIR ഇട്ടപ്പോൾ ഛത്തീസ്ഗഡിലെ BJP ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദപ്രകാരം അത് മനുഷ്യക്കടത്തുകൂടി ആരോപിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഈ സന്യാസിനികൾ മതപരിവർത്തനം നടത്താൻ അവിടെ ചെന്നതാണോ, മനുഷ്യക്കടത്ത് നടത്താൻ ചെന്നതാണോ എന്നുള്ളതൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് BJPയുടെ ഛത്തീസ്ഗഡ് ഘടകം നേതാക്കളും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞു. എന്നാൽ കേരളത്തിലെ BJPയുടെ നേതാക്കന്മാർ അതിൻ്റെ കേരളത്തിലുണ്ടാകാവുന്ന പ്രത്യാഘാതവും ബുദ്ധിമുട്ടും അവർ മനസ്സിലാക്കി. വളരെ ഇമ്മീഡിയറ്റ് തന്നെ അതിനെതിരെയുള്ള ശക്തമായ പ്രതികരണങ്ങളുമായി അവർ മുന്നോട്ട് വന്നു. അവർക്കറിയാം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളുടെ സഹായമില്ലാതെ അവർക്ക് കേരളത്തിൽ എങ്ങുമെത്താൻ കഴിയുകയില്ല എന്നുള്ള വ്യക്തമായ ധാരണ BJP നേതാക്കന്മാർക്കുള്ളതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടു. യഥാർത്ഥത്തിൽ ഈ 2 സന്യാസിനികളെ വെച്ച് എല്ലാവരും രാഷ്ട്രീയം കളിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ ഉടനടി ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് കാണുകയും 2 ദിവസത്തിനകം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ഉറപ്പാക്കും എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ കന്യാസ്ത്രീകൾക്കോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നവർക്കോ ജാമ്യം കൊടുക്കാൻ സാധാരണ കേസിൽ നാം മനസ്സിലാക്കുന്നത് കോടതിയാണ് അതൊക്കെ ഉത്തരവിടേണ്ടതെന്നാണ്. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വഴി കാര്യങ്ങളൊക്കെ ശരിയാക്കാം, 2 ദിവസത്തിനകം ജാമ്യം നൽകിയിരിക്കും എന്നുള്ളതാണ് ഈ BJPയുടെ സംസ്ഥാന നേതാക്കൾ 2 ദിവസം മുമ്പ് പറഞ്ഞത്. ഇന്നിപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ശക്തമായ പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. UDFൻ്റെയും LDFൻ്റെയും MPമാർ ഛത്തീസ്ഗഡിൽ നേരിട്ട് പോവുകയും ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുവാനും അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടും മറ്റ് പോലീസ് മേധാവികളോടും കണ്ട് തീരുമാനങ്ങളുണ്ടാക്കുന്നതിനും ശ്രദ്ധിച്ചു. എല്ലാവർക്കും ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഇത് കാണുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 1 വർഷത്തിനകം കേരളത്തിൽ ഇലക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഏത് മുന്നണി ജയിക്കണമെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് അത് മുസ്ലിങ്ങളുടെ ആയാലും ക്രിസ്ത്യാനികളുടെ ആയാലും വോട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും അറിയാം. ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്തെ രാഷ്ട്രീയ കളികളുടെ കാര്യം മാത്രമാണ്. അവിടെ എന്തായാലും ഈ കന്യാസ്ത്രീകൾ 2 പേരും മതപരിവർത്തനത്തിനോ അല്ലെങ്കിൽ മനുഷ്യക്കടത്തിനോ പോയതല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം. തീർച്ചയായും അതുതന്നെയാണ് സത്യം. ഇന്ന് കോടതി ജാമ്യ വ്യവസ്ഥയിൽ കൃത്യമായി നിരീക്ഷിച്ചതുപോലെ ആരോ സംശയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ BJPയുടെ ഛത്തീസ്ഗഡിലെ സംഘപരിവാറിൻ്റെ ബജ്രംഗ് ദൾ എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയുടെ ചില നേതാക്കന്മാർ, വനിതകൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ സിസ്റ്റേഴ്സിൻ്റെ മുന്നിൽ നിന്ന് ആക്രോശിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഛത്തീസ്ഗഡ് പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുന്നതും ഇവരെ ജയിലിലടയ്ക്കുന്നതും. യഥാർത്ഥത്തിൽ ഇത്തരം ആൾക്കൂട്ട വിചാരണ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. നമുക്കറിയാം, സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു മിഷണറിയെ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഉൾപ്പെടെ കൊല്ലുകയും പിന്നീട് ഈ സ്റ്റാൻ സ്വാമിയെ തന്നെ വെള്ളം പോലും കൊടുക്കാതെ ജയിലിലടച്ച് പീഡിപ്പിച്ചത് BJPയുടെ ഗവൺമെൻറ്റുകളായിരുന്നു. അത്തരം BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതിലും നല്ല സമീപനങ്ങളൊന്നും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സത്യം. BJP പൊതുവെ മതേതരത്വത്തെ പറ്റിയൊക്കെ ഇപ്പോൾ പറയുന്നെങ്കിലും അവരെ നയിക്കുന്ന സംഘടന RSS ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ RSSൻ്റെ അജണ്ട എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻ വിഭാഗത്തെയും അമർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനമായി മാത്രമേ ഇതിനെയും കാണുവാൻ പറ്റുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ സിസ്റ്റേഴ്സിന് ഇപ്പോൾ ജാമ്യം കിട്ടിയെങ്കിൽ പോലും കേസ് റദ്ദാക്കുന്ന കാര്യം ഇതേവരെ ആരും സംസാരിച്ച് കേട്ടില്ല. എല്ലാവരും, ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരൊക്കെ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ജാമ്യത്തിൽ ഒതുങ്ങുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ കേസ് റദ്ദാക്കുവാൻ ശക്തമായ സമ്മർദ്ദം ഇനിയും ഉണ്ടാകും. ഇല്ലെങ്കിൽ NIA കോടതിയിലാണ് ഇപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നത്. ഈ കേസിൻ്റെ തുടർഘട്ടങ്ങളിൽ ഇതേപോലുള്ള ശക്തമായ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ
ഈ കേസ് നടത്താൻ ഈ സിസ്റ്റേഴ്സും അവരുടെ കുടുംബങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഈ കേസ് റദ്ദാക്കുവാനുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുവാൻ ഇവിടുത്തെ UDFും LDFും BJPയും ഒക്കെ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ഇത് ഇന്ത്യയിൽ ജീവിക്കുവാനുള്ള ഒരു അവകാശമായി നാം കാണേണ്ടതുണ്ട്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇത്തരം ആൾക്കൂട്ട വിചാരണയ്ക്കെതിരെ പൊതുസമൂഹം മൊത്തത്തിൽ ശക്തമായി പ്രതികരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എല്ലാവരോടും അപേക്ഷിക്കുവാനുള്ളത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.